കുട്ടിഭൂതം ഷോർട്ട് ഫിലിമിന്റെ റിലീസിംഗ് നടത്തുകയാണ്. ഈ റിലീസിംഗ് നടത്താനും അതിനൊപ്പം നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാനുമായി മാസ്റ്റർ അജാസിനെ ക്ഷണിക്കുന്നു. ഓം ക്രീം കബീം കിബാം കിബാം കബീം. എന്നെ പറ്റിച്ച് കടന്നു കളയാൻ നോക്കിയല്ലടാ കൂട്ടിഭൂതമേ.
അമ്പടാ കുഞ്ഞു ഭൂതമേ. ആട്ടങ്ങി നിക്കണ കുക്കുടാച്ചി കുട്ടിക്കൊമ്പ. കബീം കിബാം കിബാം കബീം. ജീവൻ വേണമെങ്കിലും മാറി നിൽക്കണം. ഞങ്ങളെ കുട്ടികളൊക്കെ കൊണ്ടുപോകില്ലേ? ഇനി ഇവരാരും രക്ഷിക്കാൻ നോക്കില്ല. ശ്വേഹ, ഇന്നല്ലേ നിന്റെ ബർത്ത്ഡേ? യെസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. എന്താ കൊണ്ടുവന്നേ? ചോക്ലേറ്റ്. ഇന്നും ചോക്ലേറ്റ് തന്നെ. ചോല, ഇവര് ഭയങ്കര സ്റ്റൈലാണല്ലോ. അതെടാ, നല്ല രസമുണ്ട് ഇവരെ കാണാൻ. ഇതെന്താ കപാലിമാരോ? എടാ, കപാലി അല്ലടാ, കപാലി. മഹാലിയാ. അയ്യോടാ, ഓടിച്ചോ. അപ്പുണ്ണി മുഴുവൻ
ഭക്ഷണം കഴിക്കണം കേട്ടോ. മുഴുവൻ കഴിച്ചോളാം ചേച്ചി. മിടുക്കൻ. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ പതിവില്ലാത്ത ഒരു കാഴ്ച? Many happy returns of the days. താങ്ക് യു. അർഷിതേ, നീ ചോദിക്കോ? ഞാൻ ചോദിക്കില്ല, എനിക്ക് പേടിയാ. എന്നാ നീ ചോദിക്കോ? എനിക്കല്ല തന്നെ പേടിയാ. ആരും പേടിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. കം ഓൺ. മേ ഐ കം ഇൻ സർ? ഓ യെസ്, കം ഇൻ. എന്താ കുട്ടിപ്പട്ടാളം, ഒരു ചുറ്റിക്കളി? അത് പിന്നെ ആ പറയ്. ഞങ്ങൾക്ക് പ്രകൃതിയെ ഭയങ്കര ഇഷ്ടാണ്. ഗുഡ്, എനിക്കും അതെ. സാർ, അതല്ല, ഞങ്ങൾക്ക് ഈ കാടൊക്കെ കണ്ട് പുഴയും മരമൊക്കെ കണ്ട് പഠിക്കാൻ ഭയങ്കര കൊതിയാ. സാർ, ഞങ്ങളുടെ ക്ലാസ് ഒരു പ്രകൃതി പഠന യാത്രയ്ക്ക് പോയിക്കോട്ടെ? എൻ്റെ കുട്ടിപ്പട്ടാളമേ, രാവിലത്തെ നിങ്ങളുടെ സ്വീകരണം കണ്ടപ്പോഴേ എനിക്ക് ഓടി. എന്തോ കാര്യം സാധിക്കാനുണ്ട്. സാർ പ്ലീസ്. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എല്ലാവരും രാവിലെ എന്നെ വിഷ് ചെയ്തതല്ലേ, ഇതെല്ലാവർക്കും കൊടുക്ക്. താങ്ക് യു സർ. അഥവാ ഞങ്ങളെ വിടുവാണെങ്കിൽ ഞങ്ങൾ കളർ ഇട്ടോട്ടെ. നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. Manusa is calling everybody towards the garden. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ പോകും. സാറിന്റെ കല്യാണം ഉറപ്പിച്ചോ? ഓ, അതൊന്നും ഓർപ്പിക്കല്ലേടാ. സാറിന്റെ തടി കുറയ്ക്കാതെ പറ്റൂല മോളെ. ഒന്ന് മിണ്ടാതിരിക്കടി. എന്താടി അവിടെ? ഒന്നുമില്ല സാർ. എൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രകൃതി പഠന ക്യാമ്പിന് പോകാനുള്ള അനുവാദം പ്രിൻസിപ്പാൾ തന്നിട്ടുണ്ട്. എന്താടി എല്ലാരും ചിരിക്കുന്നേ? അതെ, ഞങ്ങളും പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞായിരുന്നു. ഓ, ആയിക്കോട്ടെ. നാളെ രാവിലെയാണ് നമ്മൾ യാത്ര പോകുന്നത്. 2 ദിവസത്തെ പഠനയാത്രയാണ്. എന്നും വരുമ്പോൾ ലഞ്ച് കൊണ്ടുവരണം. ഓക്കെ? സാറേ, നാളെ കളർ ഡ്രസ് ഇടാവോ? യെസ്. സാറേ, നാളെ ഫോൺ എടുക്കാവോ? എടുക്കാം.
നാളെ കുട്ടികളെ പഠന ക്യാമ്പിന് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. കാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബി കെയർഫുൾ. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളെക്കുറിച്ചുള്ള 7 നാടകങ്ങൾ മനുഷ്യ ശബ്ദങ്ങളിലൂടെ വിവിധ ഭാവങ്ങൾ വിരിയിക്കുന്ന നവരസങ്ങൾ അനുഭവവേദ്യമാക്കുന്ന മാസ്മരികത. അഖില കേരള റേഡിയോ നാടകോത്സവം ബഷീർക്ക, ഒരു ചായ. ഓഗസ്റ്റ് 8 വരെ. അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു അകലെ അകലെ ആശ്വാസം. രാമായണക്ക് സ്ട്രോങ് അല്ലേ? അതേക്കാ. എഴുത്തിന്റെയും സിനിമയുടെയും ഗന്ധർവലോകം മലയാളികൾക്ക് കാട്ടിത്തന്ന യശശരീരനായ പി പത്മരാജൻ 4.5 പതിറ്റാണ്ട് മുൻപ് രചിച്ച റേഡിയോ നാടകത്തിന്റെ പുനർസൃഷ്ടി. ചേട്ടാ 2 ചായ. നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ മട്ടിലേം ക്വാറിയിൽ പണിക്ക് വന്നതാ. എന്നാ മോനെ. ഇതാരാ? ഇതെൻ്റെ മോനാ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ദീപു. എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യാം. സാറിന് നല്ലൊരു ജോലി ഉണ്ടല്ലേ. ഇതുപോലെ ഇവനെ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണം എന്ന് എൻ്റെ ആഗ്രഹം. നീയെങ്കിലും ഇവനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല സ്കൂളുണ്ടോ? ഇവിടെ ഇപ്പോൾ മക്കയുടെ ഹോളിഫൈ സ്കൂളുണ്ട്. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടുമോ? അവിടെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓ, നിങ്ങൾ മാനേജറോ പ്രിൻസിപ്പളോ ഒന്ന് കണ്ടു നോക്ക്. അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടോ? അവിടെ 1000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഒരു അഡ്മിഷൻ എടുക്കാമല്ലേ മോനെ? അല്ല, നമ്മുടെ ഗണേശൻ എവിടെ? കൊല്ലണം അവനെ, കൊല്ലണം. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആ കാണുന്ന കാട്ടിലേക്കാണ് പോകുന്നത്. ബി കെയർഫുൾ. എന്ത് രസമായി കാട് കാണാൻ, അല്ലേടി? അതെ അതെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാട് കാണുന്നത്. ഞാൻ കൊറേ പ്രാവശ്യം ഈ കാട് കണ്ടിട്ടുണ്ട്. നിന്റെ മുത്തച്ഛനെ കാണാനായിരിക്കും. അതാരാ? ഒരെണ്ണൻ. നീ പോടാ. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പറ്റിയേ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുകയാണ്. ഏയ്, ഒന്നുമില്ല. ആ, അന്നാ നമുക്ക് പോവാം.
എല്ലാരും നിശബ്ദരായിരിക്കും. ഏതോ ഒരു മൃഗത്തിന്റെ ശബ്ദം കേൾക്കും. പുലിയായിരിക്കുമെന്ന് തോന്നുന്നു. മനസ്സറിയാൻ എന്നെ മുള്ളാണ് സമ്മതിക്കുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് പുലിയെ പിടിക്കാൻ പോയാൽ മതി കേട്ടോടാ പുലിമുരുക. വാടാ ഇവിടെ. ഇനി നമുക്ക് സീരിയസ് ആവാം. ഞങ്ങൾ 3 ഗ്രൂപ്പായി തിരിക്കാൻ പോവുകയാണ്. ഈ യാത്രയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങൾക്ക് സമർപ്പിക്കണം. ഏറ്റവും നല്ല റിപ്പോർട്ടിന് ഞങ്ങളുടെ വക ഒരു സമ്മാനവും ഉണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ മിത്രമാണ്. ടിവിയിലൊക്കെ ഞങ്ങൾ ഭൂതത്തെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ നേരിട്ട് ഞങ്ങൾ കാണുന്നത്. അല്ലേടി? ആ അതെ. നന്ദിയുണ്ട്, പെരുത്ത നന്ദിയുണ്ട്. ഞാനല്ലേ നിങ്ങളോട് നന്ദി പറയേണ്ടത്. കാരണം നിങ്ങളല്ലേ എന്നെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ദുഷ്ടനോ? അതാരാ? അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറഞ്ഞു തരാം. അല്ല, നമ്മുടെ ഗണേശൻ എവിടെ? ഗണേശനോ? അതാരാ? പുലിമുരുകൻ സിനിമ കണ്ട് അനുകരിച്ച് നടക്കുന്നവനാ. ആരും പേടിക്കണ്ട, ഞാൻ പുലി വരുന്നുണ്ടോ നോക്കിയതാ. ഇതാണോ നിങ്ങളുടെ പുലിമുരുകൻ? നിങ്ങൾ എന്നെ രക്ഷിച്ചതല്ലേ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓ, അത്രേ ഉള്ളോ? എല്ലാരും കണ്ണടച്ചോളൂ. ഓം ക്രീം ചോക്ലേറ്റ് വരട്ടെ. എല്ലാരും കണ്ണു തുറന്നോളൂ.
കുട്ടിഭൂതം ഞങ്ങളെ പറ്റിച്ചല്ലേ? ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാരും നിങ്ങളുടെ പോക്കറ്റിൽ നോക്കൂ. നിങ്ങൾ 3 പേരും എന്താ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോകാത്തത്? എന്താ, എന്തു പറ്റി? ഞങ്ങൾ വീട്ടിലെ കാര്യം ഓർത്തുപോയതാ. ഹരിയേട്ടാ, ഇതൊന്ന് നിർത്തിക്കൂടെ? ഒന്ന് പോടച്ചക്ക, നീ എന്താ കാര്യം നോക്ക്. അമ്മേ, ഞങ്ങൾ സഹായിക്കുന്നു. വേണ്ട മക്കളെ, നിങ്ങൾ ഇരുന്ന് പഠിച്ചോ. നിനക്കെന്താടി നാളെ പരീക്ഷ? എനിക്ക് നാളെ മാത്സാ. മിന്നു, ഇന്ന് അച്ഛൻ എങ്ങനെയാണാവോ വരുന്നത്? കല്യാണി, കല്യാണി, വിളിക്കണം നിന്റെ തണ്ണനം. ദൈവമേ, ഇന്ന് ഈ മനുഷ്യൻ കുടിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത്. എന്റെ അപ്പന്റെ കാറ്റുകൊണ്ടല്ലേ ഞാൻ കുടിക്കുന്നത്. മക്കളെ, ആ സ്കൂളിന്റെ കാരണത്താലാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഞാൻ ഇതിനൊരു പരിഹാരം കാണാം. ഞാനില്ല നിങ്ങളുടെ കൂടെ. നിങ്ങൾ പോയി കൂട്ടുകാരോടൊത്ത് കളിച്ചോ. എല്ലാവരും മനസ്സിൽ എൻജോയ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഭൂതത്താൻ ഞങ്ങളുടെ കൂടെ വന്ന ടീച്ചേഴ്സ് കാണൂലേ? ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. ആണോ? ആ,
അല്ല മിസ്സേ, ചിക്കൻ പീസ് വേണേ പറഞ്ഞാ പോരെ, ഞാൻ തരൂല്ലേ? അടിച്ചു വരേണ്ട ആവശ്യമുണ്ട്? ഞാനോ? പിന്നെ ഞാനാ തിന്നെ. ഭൂതത്താനെ, എന്താ കൂട്ടുകാരെ? മിന്നു പറഞ്ഞു ഭൂതത്താനോട് ചോദിച്ചാ എന്ത് സങ്കടവും മാറ്റി തരുമെന്ന്. നിങ്ങളുടെ സങ്കടം എന്താണെന്ന് പറയേ. കൂട്ടുകാരുടെ പ്രശ്നം ഞാൻ തീർത്തു തരാട്ടോ. ഗുഡ് ഈവനിങ്. മൈക്കിൾ സാറില്ലേ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? നാട്ടിലെ വിശേഷം നമുക്കറിയില്ല, പക്ഷെ വീട്ടില് നല്ല വിശേഷം. എന്നാ പറയേ, കേക്കട്ടെ. ഉമ്മ എപ്പ നോക്കിയാലും കരച്ചിലോട് കരച്ചിലാ. ബാപ്പ തല്ലിട്ടാ? അതല്ല ഭൂതത്താനെ, ഉമ്മ എപ്പ നോക്കാലും സീരിയലോട് സീരിയലാ. എന്തൊരു വെറുപ്പിലാ. ഇതൊന്നും അല്ല ഭൂതത്താന ഞങ്ങളുടെ നാട്ടിൽ വിശേഷം. ഭൂതത്താന് കേക്കണോ? ഒരു 300ന്റെ പൈന്റ് തരുമോ? ഇത് ബീവറേജിന്റെ ക്യൂ അല്ല, ATM-ന്റെ ക്യൂ ആ. സാറേ, ഒരു 2000 രൂപ ചേഞ്ച് തരാമോ? 2000-നോ? ഇതുണ്ടോ? എൻ്റെ അടുത്ത് തന്നെയുള്ള സുഹൃത്തെ. നീ എന്താ ഞാൻ തന്ന ചോക്ലേറ്റ് മുഴുവൻ കഴിക്കാത്തത്? ഇതെന്റെ അനിയന് കൊടുക്കാനാ. എന്താ ഭൂതത്താനെ പറ്റിയത്? പറയാം, എല്ലാം പറയാം. എനിക്കുമുണ്ട് കൂട്ടുകാരെ ഒരു അനിയൻ.
കൊണ്ടുപോയി. ഞാൻ ഒരിക്കലും പെട്ടു. നിങ്ങളാ എന്നെ രക്ഷിച്ചത്. ഇനി എനിക്ക് എന്റെ അനിയനെ കണ്ടുപിടിക്കണം. താൻ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ട് കൂട്ടിന്. ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നാളെ നമ്മൾ ഇത് തുടരുന്നുണ്ട്. ഇവിടെ വീടടുത്തുള്ളവർ എന്ത് ചെയ്യുക? പുലിമുരുകൻ്റെ കൂടെ അങ്ങോട്ട് പോവുക, അല്ലാത്തവർ എൻ്റെ ഒപ്പം പോരും. ആരൊക്കെയാ പുലിമുരുകൻ്റെ കൂടെ പോകുന്നത്? പോയിക്കോളൂ. ഇവൻ ഏതാ? ഓ, നമ്മളെ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തുന്നവനാ. എന്നാ നമുക്ക് ഇവനൊരു പണി കൊടുത്താലോ? ഭൂതത്താന്റെ ധൈര്യത്തിലാട്ടോ ഞാൻ. പണി പാടുമോ ഭൂതത്താനെ? ഹോളിഫേസിൽ പിള്ളേരോടാണോ കളി? ഇവിടെ അടുത്തെവിടെ വർക്ക്ഷോപ്പ് ഉള്ളത്? കുറച്ച് പോയാൽ മതി ചേട്ടാ. സാറേ, ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് അവര് പറയുന്നത്. താങ്ക് യു. നല്ല മിടുക്കരാണല്ലോ. നിങ്ങളെന്തായാലും വർക്ക്ഷോപ്പ് പറഞ്ഞു തന്നല്ലേ. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ആണ് ഇഷ്ടം? സാറേ, 5 സ്റ്റാർ. ആഹാ. നമ്മുടെ അജയനെ, ആൽവിനെ, നിവിനെ ആരെ തട്ടിക്കൊണ്ടുപോയി. ഭൂതത്താനെ, നമ്മളിപ്പോ എന്താ ചെയ്യുക? പുലിമുരുക, നീ ഇവരെയും കൂട്ടി നടന്നോ, എനിക്ക് കുറച്ച് പണിയുണ്ട്.
ഹലോ ബായ്. 3 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തിനകം ഞാനിവരെ പാക്ക് ചെയ്യാം. ബട്ട് 1 കണ്ടീഷൻ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ അക്കൗണ്ടിൽ പണം എത്തിയിരിക്കണം. ഓക്കേ? അടങ്ങി കിടന്നോണം അവിടെ, മനസ്സിലായോ? ഞാനിവിടെ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് പറ്റിയ ഇരയല്ലല്ലോ. അതൊക്കെ നമുക്ക് കാണാം. എവിടെ കുട്ടികൾ? നീ എനിക്കൊരു ഇരയെ അല്ലടാ. മക്കളെ, ഇനിയെങ്കിലും അപരിചിതരോട് അതിരി കവിഞ്ഞ ചങ്ങാത്തം വേണ്ട. അതിലെല്ലാം അപകടം പതിയിരിപ്പുണ്ടാവും. ബി കെയർഫുൾ. ഓം ക്രീം കബീം കിബാം കിബാം കബീം. നീ പിന്നെയും വന്നല്ലടാ. കുട്ടിഭൂതത്തെ രക്ഷിക്കാമെന്ന് കരുതിയോ? നിൽക്കടാ.
ഇതാ നിങ്ങളുടെ ഭൂതത്താനും അനിയൻകുട്ടനും. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളുടെ ഈ കൂട്ടുകാരെ രക്ഷിച്ചു അല്ലേ? അടിപൊളി ഫൈറ്റ് ആണെന്നാ ഇവര് പറഞ്ഞു. ഏയ് ഞാനോ? ഇല്ലല്ലോ. ഗോ ടു യുവർ ക്ലാസ്. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സർ, ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നതിന്. ഞാനോ? പ്രശ്നോ? എപ്പോ? എന്തിന്? യു ഗോ ടു ദ ക്ലാസ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ ദി അസംബ്ലി.